നമസ്കാരം. ഓ കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ദശാധികശതതമ സർഗഃ. 110-ാം സർഗം. 110-ാം സർഗത്തിലെ 9 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഒന്നാമത്തെ ശ്ലോകം. ക്രുദ്ധമാജ്ഞായ രാമം തു വസിഷ്ഠപ്രത്യുവാചഃ ജാബാലിരവിജാനീതേ ലോകസ്യാസ്യ ഗതാഗതിം നിർവദയിതു കാമസ്തു ത്വമേതദ്വാക്യമബ്രവീത് ഇമാം ലോകസമുത്പത്തിം ലോകനാഥ നിബോധ മേ. സർവം സലിലമേവാസീത് പൃഥിവീ തത്ര നിർമ്മിത തതഃ സമഭവത് ബ്രഹ്മ സ്വയംഭൂർദൈവതൈ സഹ. സവരാഹസ്തതോ ഭൂത്വാ പ്രോജ്ജഹാര വസുന്ധരാം അസ്യ ജച്ച ജഗത് സർവം സഹപുത്രൈകൃതാത്മഭിഃ. ആകാശപ്രഭവോ ബ്രഹ്മ ശാശ്വതോ നിത്യ അവ്യയഃ തസ്മാൻ മരീചി സംയജ്ഞേ മരീചൈ കശ്യപസുതഃ. വിവസ്വാൻ കശ്യപാജ്ഞേ മനുർവൈവസ്വതഃ സ്വയം സതു പ്രജാപതി പൂർവം ഇക്ഷ്വാകുസ്തു മനോസുതഃ. യസ്യേയം പ്രഥമം ദത്ത സമൃദ്ധാ മനുനാ മഹീ ത്വമിക്ഷ്വാകുമയോധ്യായാം രാജാനാം വിദ്ധി പൂർവകം. ഇക്ഷ്വാകോസ്തു സുതഃ ശ്രീമാൻ കുക്ഷിരിത്യേവ വിശ്രുതഃ കുക്ഷേ രഥാത്മജോ വീരോ വികുക്ഷീരുതപദ്യത. വികുക്ഷേസ്തു മഹാതേജ ബാണപുത്രപ്രതാപവാൻ ബാണസ്യ ച മഹാബാഹുർ അനരണ്യോ മഹായശാഃ. 109-ാം സർഗത്തിൽ ബ്രാഹ്മണനായ ജാബാലൻ രാമനെ അഹിതമെന്ന് തോന്നുന്ന വാക്കുകൾ പറഞ്ഞ് അനുനയിപ്പിക്കുന്നതായി തോന്നിയിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹം അസത്യമല്ല പറഞ്ഞത്, അധർമ്മവുമല്ല. സന്ദർഭമനുസരിച്ച് അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. ശ്രീരാമൻ രാജാവായി ഭരണമേൽക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആ വാക്കുകളെല്ലാം പറഞ്ഞത്. അല്ലാതെ ജാബാലി നാസ്തികനല്ല എന്ന് സമർത്ഥിക്കുകയാണ്. സന്ദർഭം അതായതുകൊണ്ട് അങ്ങയെ തിരിച്ച് രാജ്യത്തിലേക്ക് കൊണ്ടുപോകലായിരുന്നു എൻ്റെ പ്രധാന ധർമ്മം, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് സമർത്ഥിക്കുന്നു. 110-ാം സർഗത്തിൽ എന്താണ് വിവരിക്കുന്നതെന്ന് നോക്കാം. 110-ാം സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. ക്രുദ്ധമാജ്ഞായ രാമം തു വസിഷ്ഠപ്രത്യുവാചഃ ജാബാലിരവിജാനീതേ ലോകസ്യാസ്യ ഗതാഗതിം. രാമനെ വളരെ സന്തുഷ്ടനായി കണ്ടിട്ട് വസിഷ്ഠ മഹർഷി ഇങ്ങനെ പറഞ്ഞു. ശ്ലോകം 2.
നിവർത്തയിതു കാമസ്തു ത്വാമേതദ്വാക്യമബ്രവീത് ഇമാം ലോകസ്തു സമുത്പത്തിം ലോകനാഥ നിബോധമേ. ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെല്ലാം ജാബാലിയും അറിയുന്നുണ്ട്. ഭവാൻ അയോധ്യയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരം പറഞ്ഞത്. ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി എന്നിൽ നിന്നും കേട്ടാലും. വസിഷ്ഠ മഹർഷി പറയുന്നതാണ് ഈ ഭാഗം. ശ്ലോകം 3. സർവം സലിലമേവാസീത് പൃഥിവീ തത്ര നിർമ്മിത തതഃ സമഭവത് ബ്രഹ്മ സ്വയംഭൂർദൈവതൈ സഹ. എല്ലാം സലിലമായിരുന്നു. അതിൽ നിന്ന് പൃഥിവി സൃഷ്ടമായി. പിന്നെ സ്വയംഭൂവായി ദേവന്മാരോടുകൂടി ബ്രഹ്മാവുണ്ടായി. ശ്ലോകം 4. സവരാഹസ്തോ ഭൂത്വാ പ്രോജ്ജഹാര വസുന്ധരാം അസൃജച്ച ജഗത്സർവം സഹപുത്രൈകൃതാത്മഭിഃ. ശ്ലോകം 4ൻ്റെ അർത്ഥം: വരാഹമൂർത്തിയായി പൃഥ്വിയെ ഉദ്ധരിച്ചു. കൃതാത്മാക്കളായ പുത്രന്മാരോടുകൂടി സർവജഗത്തിനെയും സൃഷ്ടിച്ചു. ശ്ലോകം 5. ആകാശപ്രഭവോ ബ്രഹ്മ ശാശ്വതോ നിത്യ അവ്യയഃ തസ്മാൻ മരീചി സംജജ്ഞേ മരീചൈ കശ്യപസുതഃ. ശാശ്വതനും നിത്യനും അവ്യയനുമായ ബ്രഹ്മാവ് ആകാശപ്രഭവനാണ്. ആകാശമാകുന്ന ഉൽപ്പത്തി സ്ഥാനത്തോടുകൂടിയവനാണ്. അദ്ദേഹത്തിൽ നിന്നും മരീചി ഉണ്ടായി. മരീചിയിൽ നിന്ന് കശ്യപനും. ശ്ലോകം 6. വിവസ്വാൻ കശ്യപാജജ്ഞേ മനുർവൈവസ്വത സ്വയം സതു പ്രജാപതി പൂർവം ഇക്ഷ്വാകുസ്തു മനോസുതഃ. കശ്യപനിൽ നിന്നും വിവസ്വാൻ അല്ലെങ്കിൽ സൂര്യൻ ജനിച്ചു. വൈവസ്വതൻ്റെ പുത്രൻ ആണ് മനു. വിവസ്വാൻ്റെ പുത്രനാണ് മനു. വൈവസ്വതൻ്റെ അല്ല, വിവസ്വാൻ്റെ പുത്രനാണ് മനു. അദ്ദേഹം ആദ്യത്തെ പ്രജാപതിയാണ്. മനുവിൻ്റെ മകനാണ് ഇക്ഷ്വാകു. ശ്ലോകം 7. യസ്യേയം പ്രഥമം ദത്താ സമൃദ്ധാ മനുനാ മഹീ ത്വമിക്ഷ്വാകുമയോധ്യായാം രാജാനാം വിദ്ധിപൂർവകം. സമൃദ്ധയായ മഹിയെ മനുവാണ് ഇക്ഷ്വാകുവിന് നൽകിയത്. ആ ഇക്ഷ്വാകുവാണ് അയോധ്യയിലെ ആദ്യത്തെ രാജാവ്. ശ്ലോകം 8. ഇക്ഷ്വാകോസ്തു സുതഃ ശ്രീമാൻ കുക്ഷിരിത്യേവ വിശ്രുതഃ കുക്ഷേരഥാൽപജോ വീരോ വികുക്ഷേരുപപദ്യത. ശ്ലോകം 8ൻ്റെ അർത്ഥം: ഇക്ഷ്വാകുവിൻ്റെ പുത്രൻ കുക്ഷി എന്ന വിശ്രുതൻ. കുക്ഷിയുടെ ആത്മജനായി വീരനായ വികുക്ഷി പിറന്നു. ശ്ലോകം 9. വികുക്ഷേസ്തു മഹാതേജ ബാണപുത്രപ്രതാപവാൻ ബാണസ്യ ച മഹാബാഹുർ അനരണ്യോ മഹായശാഃ. വികുക്ഷിയുടെ പുത്രൻ മഹാതേജസ്വിയും പ്രതാപവാനുമായ ബാണൻ. ബാണപുത്രൻ മഹാബാഹുവും യശസ്വിയുമായ അനരണ്യൻ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.